മുന്തിരിച്ചെടിയുടെ തായ്തണ്ടാകുന്ന യേശുവിനോട് ചേർന്നിരിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. 3 തലങ്ങളായി ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. സുവിശേഷം: ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളും. 1. ക്രിസ്തുവിൽ ജീവിക്കുക. ക്രിസ്തുവിന് ചേർന്നുള്ള മുന്തിരിച്ചെടി അനുഭവം സ്വന്തമാക്കുവാൻ നാം ക്രിസ്തുവാകുന്ന മുന്തിരിച്ചെടിയിലേക്ക് ചേർന്ന് നിൽക്കേണ്ടതുണ്ട്. ശാഖയ്ക്ക് അതിൽ സ്വയമേവ ഫലം പുറപ്പെടുവിക്കുക സാധ്യമല്ല. ചില്ലകൾ മുന്തിരി തായ്തണ്ടിനോട് ചേർന്നിരിക്കണം. കാരണം ചില്ലകൾ ശക്തിയും ജീവനും ആർജിക്കുന്നത് തായ്തണ്ടിൽ നിന്നാണ്. ചില്ലകൾ ഫലം പുറപ്പെടുവിക്കുന്നത് ക്രിസ്തുവാകുന്ന തായ്തണ്ടിൽ നാം ചേർന്നിരിക്കുകയും ക്രിസ്തു അനുഭവത്തിൽ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ്. യേശുവിനോട് കൂടെ അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. പൗലോസ്ലീഹ ഫിലിപ്പി ലേഖനത്തിൽ 4-ാം അധ്യായത്തിലെ പ്രകാരം പറയും, എൻ്റെ ക്രിസ്തുവിലൂടെ എനിക്ക് സർവ്വതും സാധ്യമാണ് എന്ന്. ക്രിസ്തുവിനോട് ചേർന്നിരുന്നാൽ മാത്രമേ ജീവദായകമായ ഫലം നൽകുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിനോട് കൂടെ അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. റോമാലേഖനം 8-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയും, ശരീരത്തിൽ ആയിരിക്കുന്നവന് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല എന്ന്. ശരീരത്തിൻ്റെ അപ്പുറത്തേക്ക് നാം ക്രിസ്തു ബന്ധത്തിൽ വളരുമ്പോഴാണ് ഈ തായ്തണ്ട് അനുഭവ ബന്ധം നമുക്കുണ്ടാകുന്നത്. 2. ഫലദായകത്വം. ക്രിസ്തു കൃപയുടെ യഥാർത്ഥ കാരണം കൃപയുടെ ചാലകത്വത്തെ തിരിച്ചറിയുക എന്നാണ്. നാം രക്ഷിക്കപ്പെടുന്നത് ഫലം പുറപ്പെടുവിക്കുന്നത് കൊണ്ടാണ്. ഫലം പുറപ്പെടുവിക്കുക എന്നത് വിശ്വാസത്തിൻ്റെ ഒരു കാരണം മാത്രമാണ്. എന്നാൽ തായ്തണ്ടിൽ നിന്ന് നാം അകന്നാൽ യഥാർത്ഥ അർത്ഥം ശൂന്യത തന്നെയാണ്. അതിനാൽ ഫലം നൽകുന്ന നല്ല വൃക്ഷമായി നാമൊക്കെ മാറുവാൻ, കർത്താവിൻ്റെ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുവാൻ, വിശ്വാസത്തിൻ്റെ ആഴവും അന്തസ്സത്തെയും ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. 3. തായ്തണ്ട് അനുഭവം. ഇതിൽ 3 വചനങ്ങളിലൂടെ നാം ആ സത്യത്തെ ധ്യാനിക്കുകയാണ്. 1. എൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാകുന്നു. യോഹന്നാൻ 8:31. ക്രിസ്തുവിൻ്റെ വചനമാണ് തായ്തണ്ട്. 2. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം എന്ന്. ഇവിടെ തായ്തണ്ട് അനുഭവം സത്യമാണ്. 3. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ കുടികൊള്ളുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നമ്മിൽ സംഭവിച്ചേക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തം നമ്മൾ വിശ്വസിക്കുകയോ വചനം പാലിക്കുകയോ ചെയ്യാതെ പോകുന്നു എന്നതാണ്. ഇവിടെ തായ്തണ്ട് അനുഭവം ക്രിസ്തുവിൽ വസിക്കുന്നതാണ്. ജീവിതത്തിൻ്റെ ഫലമില്ലാത്ത തലങ്ങളെ കർത്താവ് വെട്ടിയൊരുക്കി ഫലം നൽകുന്നതാക്കി മാറ്റുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ കുറച്ച് വേദനകളെയും അസ്വസ്ഥതകളെയും ഒക്കെ ഈ ക്രിസ്താനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ധ്യാനിക്കുകയും ആർജിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.